പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ഈ സ്മാക്ഡൗൺ എപ്പിസോഡ് ജർമ്മനിയിൽ വെച്ചിട്ട് നടന്നത് കൊണ്ട് തന്നെ നമുക്ക് പുലർച്ചെ 12:30 മുതലാണ് ഷോ ലൈവ് കാണാൻ സാധിച്ചത്. അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡ് ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ സമയം 12:30 തന്നെയായിരിക്കുമെന്ന് തുടക്കത്തിലെ പറയുകയാണ്. ഇനി അടുത്ത ആഴ്ചയിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ 4 മത്സരങ്ങൾ ഇതിനോടകം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. അത് പുതിയ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോ മാക്കൻഡയറിൻ്റെ റോയൽ റംബിളിലെ എതിരാളിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂർണമെൻറ്റ് പോലെയുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തേതായിട്ട് റാൻഡി ഓർട്ടൻ വേഴ്സസ് ദ മിസ് തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ റാൻഡി ഓർട്ടൻ വിജയിക്കുമെന്നാണ്. രണ്ടാമത്തേത് ട്രിക് വില്യംസ് വേഴ്സസ് മാറ്റ് കാർഡോണ തമ്മിലുള്ള മത്സരമാണ്. ഈ മത്സരത്തിൽ ട്രിക് വില്യംസ് വിജയിക്കുമെന്നാണ് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തേതായിട്ട് കൺഫേം ചെയ്തിട്ടുള്ള മത്സരം ഡാമിൻ പ്രീസ്റ്റ് വേഴ്സസ് സോളോ സിക്കോവ തമ്മിലുള്ള മത്സരമാണ്. ഈ മത്സരത്തിൽ ഡാമിൻ പ്രീസ്റ്റ് വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോളോ സിക്കോവയ്ക്ക് എതിരെ വൈറ്റ് സിക്സിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നാലാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ഒരു ക്വാളിഫയിങ് മത്സരം സാമി സെയിൻ വേഴ്സസ് ഇലിയ ഡ്രാഗ്നോവ് തമ്മിലുള്ള മത്സരമാണ്. സാമി സെയിനാണ് വിജയ സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ഈ 4 ക്വാളിഫയിങ് മത്സരത്തിൽ വിജയിച്ച് വരുന്ന റെസ്ലേഴ്സ് തമ്മിൽ ഈ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിൽ ഒരു ഫേറ്റൽ ഫോർവേയിൽ ഏറ്റുമുട്ടും. അതിൽ വിജയിക്കുന്ന റെസ്ലറും നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ഡ്രൂ മാക്കൻഡയറും തമ്മിൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരമാണ് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡ്രൂ മാക്കൻഡയറിൻ്റെ അടുത്ത എതിരാളി ആരാണെന്നുള്ളത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഈ 8 രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ആദ്യത്തേത് വുമൺസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജൂലിയ അലക്സിയ ബ്ലിസ് എന്ന താരത്തിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ഈ ഒരു മത്സരം കൺഫേം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റിൽ ചേഞ്ച് ഉണ്ടാകില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു. മത്സരം അങ്ങനെ പറയത്തക്ക വലിയൊരു ഫീൽ ഉണ്ടാക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഈ മത്സരം കൊണ്ട് സ്മാക്ഡൗണിൻ്റെ ക്രിയേറ്റീവ് ടീം ഉദ്ദേശിച്ചത് ജൂലിയ എന്ന് പറയുന്ന റെസ്ലറിനെ കുറച്ചും കൂടി പോപ്പുലർ ആയിട്ടുള്ള ചലഞ്ചേഴ്സിനെതിരെ മത്സരം കൊടുത്ത് ജൂലിയയെ ആരാധകരുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ താരത്തിൻ്റെ വില്ലൻ കഥാപാത്രവും ആ താരത്തിൻ്റെ കഥാപാത്രവും എങ്ങനെയാണെന്നുള്ളത് ആരാധകർക്കിടയിൽ ഒരു ചർച്ചയുണ്ടാക്കുക എന്നുള്ളതിൽ ഉപരി മറ്റൊന്നും അവർ ഈ ഒരു മത്സരം കൊണ്ട് ജൂലിയയുടെ ഭാഗത്ത് നിന്ന് അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഈ മത്സരത്തിൽ കിയാന ജെയിംസ്, ലാഷ് ലെജൻഡ്, നയ ജാക്സ് തുടങ്ങിയവരുടെയൊക്കെ ഒരു സഹായമാണ് ജൂലിയ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ കാരണം. മത്സരശേഷം അലക്സിയ ബ്ലിസിനെ ലാഷ് ലെജൻഡും നയ ജാക്സും ആക്രമിച്ചത്. വുമൻസ് ഡിവിഷനിൽ അലക്സിയ ബ്ലിസ്, ഷാർലറ്റ് തുടങ്ങിയവരുടെ ടീം ലാഷ് ലെജൻഡ്, നയ ജാക്സ് തുടങ്ങിയവർക്കെതിരെ സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വുമൻസ് ഡിവിഷൻ്റെ മിഡ് കാർഡ് ലെവലിൽ അല്ലെങ്കിൽ ഒരു അപ്പർ മിഡ് കാർഡ് ലെവൽ സ്റ്റോറി ലൈനായിട്ട് ഈ വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഭാഗങ്ങൾ അവർ ചെയ്യുമെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിച്ച ചാമ്പ്യൻഷിപ്പ് മത്സരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ കർമെലോ ഹേസിൻ്റെ ഓപ്പൺ ചലഞ്ച് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഷിൻസ്ക നാക്കമോറ എന്ന റെസ്ലറാണ് ഓപ്പൺ ചലഞ്ച് മറുപടി പറഞ്ഞ് ആ ഒരു മത്സരം കളിച്ചത്. മത്സരം ഗംഭീരമായിരുന്നു. മത്സരത്തിൽ കർമെലോ ഹേസിൻ്റെ കാലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഷിൻസ്ക നാക്കമോറ മത്സരത്തിൽ ഉടനീളം കാഴ്ചവെച്ചത്. കിക്കുകളും അതുപോലെ തന്നെ സബ്മിഷൻസും ഉപയോഗിച്ച് കർമെലോ ഹേസിൻ്റെ പരമാവധി ലിമിറ്റിലേക്ക് ഇന്ന് ഷിൻസ്ക നാക്കമോറ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ കാർമെലോ ഹേസ് ഷിൻസ്ക നാക്കമോറയെ പിൻഫോളിലൂടെ തന്നെ പരാജയപ്പെടുത്തി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നല്ലൊരു ഗംഭീരമായിട്ടുള്ള മത്സരം കാണാൻ സാധിച്ചു. രണ്ടാമത്തേതും അവസാനത്തേതുമായി നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം മെയിൻ ഇവൻറ്റിലെ 3 സ്റ്റേജസ് ഓഫ് ഹെൽ എന്ന് പറയുന്ന മത്സരമാണ്. ഈ മത്സരത്തെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തത് കൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് ഡ്രൂ മാക്കൻഡയർ എന്ന സൂപ്പർ താരത്തിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത മത്സരത്തിലെ ആദ്യ സ്റ്റേജ് ഒരു നോർമൽ മത്സരമായിരുന്നു. അതിൽ ലോ ബ്ലോ കൊടുത്ത് കോഡി റോഡ്സിനെ പിൻ ചെയ്തിട്ട് ഡ്രൂ മാക്കൻഡയർ വിജയിച്ചു. രണ്ടാമത്തേതായിട്ട് നടന്ന സ്റ്റേജ് ആ ഒരു ഫോൾ
ഫോൾസ് കൗണ്ട് എനിവെയർ മത്സരത്തിൽ കമൻറ്ററി ടേബിളിൻ്റെ മുകളിലേക്ക് ഡ്രൂ മാക്കിൻ്റെയറിനെ ക്രോസ് റോഡ്സ് ഇട്ടുകൊണ്ട് രണ്ടാമത്തെ ആ സ്റ്റേജിൽ കോഡി റോഡ്സിനെ വിജയിച്ചു. മത്സരം 1-1 എന്നുള്ളൊരു ഫോളിലേക്ക് പോയി. അവസാനത്തെ സ്റ്റീൽ കേജിൽ മൂന്നാമത്തെ സ്റ്റേജിൽ വിജയിക്കുന്ന റെസ്ലറിന് മത്സരം കൈപ്പിടിയിൽ ഒതുക്കാം, ചാമ്പ്യൻഷിപ്പും കിട്ടും എന്നുള്ളൊരു സ്ഥിതി വരുന്നു. അങ്ങനെ ഡ്രൂ മാക്കിൻ്റെയർ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ സ്റ്റീൽ കേജിൽ നിന്ന് പുറത്തേക്ക് കടന്ന് രക്ഷപ്പെട്ട് ചാമ്പ്യനാകാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ വലിയൊരു അവസരം ഡ്രൂവിൻ്റെ മുന്നിലേക്ക് വരുന്നു. അവിടെ മാസ്ക് ഇട്ട് വന്ന ഒരു വ്യക്തി ഡ്രൂ മാക്കിൻ്റെയറിന് തടസ്സം സൃഷ്ടിക്കുന്നു. അത് പിന്നീട് ജേക്കബ് ഫാറ്റു ആണെന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. ജേക്കബ് ഫാറ്റു റിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി ഡ്രൂവിനെ ബ്രൂട്ടലായി ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കോഡി റോഡ്സ് അതിനെ തടയിടുന്നു. കോഡി റോഡ്സിനെ ജേക്കബ് ഫാറ്റു ആക്രമിക്കുന്നു. ഈ അവസരത്തിൽ ഡ്രൂ മാക്കിൻ്റെയർ ആ ഡോറിൻ്റെ പുറത്തേക്ക് കടന്ന് ആ മത്സരത്തിൽ വിജയിക്കുന്നു. പുതിയ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ജേക്കബ് ഫാറ്റു ജേട്ടലോട് കൂടി നോക്കി നിൽക്കുമ്പോൾ ജേക്കബ് ഫാറ്റുവിൻ്റെ പിറകിലൂടെ വന്ന കോഡി റോഡ്സ് ആ സ്ട്രക്ചറിലേക്ക് തള്ളിയിട്ടുകൊണ്ട് കോഡി റോഡ്സും നിരാശാജനകമായി ഈ ഡ്രൂ മാക്കിൻ്റെയറിനെ നോക്കി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മൂന്നാമത്തെ അപ്ഡേറ്റ്, നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ 2 മെയിൻ റോസ്റ്റർ ഡെബ്യൂ മത്സരങ്ങൾ കാണാൻ സാധിച്ചു. അതിൽ ആദ്യത്തേത് ട്രിക് വില്യംസ് എന്ന് പറയുന്ന ആ റെസ്ലറിൻ്റെ ഡെബ്യൂ മത്സരമായിരുന്നു. ലെജൻഡും ഫ്യൂച്ചർ ഹോൾ ഓഫ് ഫെയിമറുമായ റാൻഡി ഓർട്ടൻ്റെ ഒരു ഇൻ റിംഗ് സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് ഇന്ന് ആരംഭം കുറിച്ചത്. ആ സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തു വന്ന ട്രിക് വില്യംസ് റാൻഡി ഓർട്ടനെതിരെ പോരാടാൻ ഒരുക്കവാടി എന്നുള്ളൊരു നിലയിലാണ് ആ ഒരു പ്രൊമോ കട്ട് ചെയ്തതും റാൻഡി ഓർട്ടനെ വെല്ലുവിളിക്കുന്നതും റാൻഡി ഓർട്ടൻ്റെ കയ്യിലുള്ള മൈക്ക് തട്ടിപ്പറിക്കുന്നതും. പക്ഷേ റാൻഡി ഓർട്ടനെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ. റാൻഡി ഓർട്ടനെ എതിരെ ഇപ്പോൾ ആണായാലും പെണ്ണായാലും റാൻഡി ഓർട്ടനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് ശാരീരികമായും മാനസികമായും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റാൻഡി ഓർട്ടൻ തിരിച്ചടിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ട്രിക് വില്യംസിനും കിട്ടി റാൻഡി ഓർട്ടൻ്റെ കയ്യിൽ നിന്ന് 2 എണ്ണം. അവസാനം ആർക്കിയോ ചെയ്യാൻ പോകുന്ന സമയത്ത് ദ മിസിൻ്റെ ഒരു ഇടപെടൽ ആർക്കിയോ കിട്ടാതെ ട്രിക് വില്യംസ് രക്ഷപ്പെട്ടു പോകുന്ന ഇതിലേക്ക് നയിച്ചു. പക്ഷേ ആർക്കിയോ ദ മിസിന് കിട്ടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് നടന്ന ട്രിക് വില്യംസിൻ്റെ ആ ഒരു ഡെബ്യൂ മത്സരത്തിൽ റേ ഫീനിക്സ് എന്ന് പറയുന്ന റെസ്ലറിനെതിരെയാണ് മത്സരിച്ചത്. റേ ഫീനിക്സിൻ്റെ ഭാഗത്തുനിന്ന് പതിവ് പോലെ നല്ല രസമുള്ള ഹൈ ഫ്ലൈയിങ് മൂവ്സ് കാണാൻ സാധിച്ചു. ട്രിക് വില്യംസ് മെയിൻ റോസ്റ്റർ ഫാൻസിനെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ആ കാലുകൾ കൊണ്ടുള്ള ഒരു ഡാൻസ് കളിക്കുന്ന പോലെയുള്ള അദ്ദേഹത്തിൻ്റെ മൂവ്സൊക്കെ നെക്സ്റ്റ് ഫോളോ ചെയ്തവർക്ക് പരിചിതമാണ്. മെയിൻ റോസ്റ്റർ ഫാൻസിനെ സംബന്ധിച്ച് അത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും. ട്രിക് വില്യംസ് ഡെബ്യൂ മത്സരത്തിൽ ഒരു വില്ലൻ കഥാപാത്രം എങ്ങനെയാണ് വിജയിക്കാറുള്ളത്, ആ ടൈറ്റ്സൊക്കെ പിടിച്ച് പിൻഫോളിലൂടെ സ്കൂൾ ബോയ് പിൻഫോളിലൂടെ വിജയിച്ചു കയറുന്നതാണ് നമുക്കിന്ന് സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ സ്മാക്ഡൗണിലേക്ക് ഒഫീഷ്യൽ മെയിൻ റോസ്റ്റർ കോളപ്പായിട്ട് ജോയിൻ ചെയ്ത ജോർദാൻ ഗ്രേസും ചെൽസി ഗ്രീൻ്റെ ടാഗ് ടീം പാർട്ണറായ ആൽബ ഫയറും തമ്മിലുള്ള മത്സരത്തിൽ ഒരു സ്ക്വാഷ് മാച്ച്, ഒരു 1 സൈഡ് മാച്ചോട് കൂടി ആൽബ ഫയറിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു പവർ ഹൗസ് റെസ്ലറിന് വേണ്ട ഒരു ഡൊമിനൻസ് കാഴ്ചവെച്ച ജോർദാൻ ഗ്രേസിന് എതിരെ വുമൻസ് ചാമ്പ്യനായ ജേഡ് കാർഗിൽ എൻട്രൻസ് റാമ്പിൽ വന്നിട്ട് വെല്ലുവിളിച്ചു പോകുന്നതായിട്ടുള്ള ഒരു ഭാഗവും കാണിച്ചു. അപ്പോൾ ജേഡ് കാർഗിൽ വേഴ്സസ് ജോർദാൻ ഗ്രേസ് തമ്മിലുള്ള ആ ഒരു ഫ്യൂഡ് ഇവിടം കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ അവസാനിച്ചത് ഇന്നിപ്പോൾ ഇതാ ഒരു ഡയറക്റ്റ് ഫ്യൂഡിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ പുതിയ മുഖങ്ങൾ NXTയിൽ നിന്ന് സ്മാക്ഡൗണിലേക്ക് വന്നതും അവർക്ക് മത്സരം കൊടുത്തതും എന്തായാലും വ്യൂവർഷിപ്പ് ഉയർത്തും എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട്. നല്ല സ്റ്റോറികൾ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. കൂടുതലൊക്കെ നമുക്കിനി അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗണിൽ കണ്ട് തന്നെ അറിയാം. ഇന്നത്തെ സ്മാക്ഡൗൺ അവസാനിക്കുന്നത് ഏറ്റവും വലിയൊരു ചോദ്യം റോമൻ റെയിൻസിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ 3 സ്റ്റേജസ് ഓഫ് ഹെൽ എന്ന് പറയുന്ന മത്സരം അവസാനിക്കുന്നതിന് മുൻപ് വരെ റോമൻ റെയിൻസ് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ സാധ്യതകളാണ് റസൽമേനിയ 42 എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോഡി റോഡ്സിൻ്റെ കൈവശത്ത് നിന്ന് ആ ഒരു ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ കോഡി വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള മത്സരം നടക്കില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ആരാധകർക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ റോമൻ വേഴ്സസ് കോഡി തമ്മിലുള്ള മത്സരം നിലവിൽ ക്യാൻസൽ ചെയ്തിട്ടില്ല. റൂമേഴ്സിലൊക്കെ പുറത്തേക്ക് വന്ന പോലെ റസൽമേനിയ 42 ഏതെങ്കിലും ഒരു ദിവസത്തിലെ മെയിൻ ഇവൻ്റ് ആയിട്ട് അവർ ഇപ്പോഴും പ്ലാൻ ചെയ്യുന്നത് റോമൻ വേഴ്സസ് കോഡി തമ്മിലുള്ള മത്സരത്തിലേക്ക് തന്നെയാണ്. പക്ഷേ ഒരു ചാമ്പ്യൻഷിപ്പ് ഇല്ലാതെ ഈ ചാമ്പ്യൻഷിപ്പ് പോലത്തെ ഈ ഒരു സ്റ്റോറി എങ്ങനെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നുള്ളത് ക്രിയേറ്റീവ് ടീമിന് മുൻപിലുള്ള വലിയൊരു
തടസ്സമാണോ എന്ന് ചോദിച്ചാൽ തടസ്സമല്ല, അവർക്ക് മുന്നിലുള്ള ഒരു ടാസ്ക്കാണ് ഈ ചാമ്പ്യൻഷിപ്പില്ലാതെ ഈ ഒരു സ്റ്റോറി എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത്. അപ്പോൾ അത് അവർ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇനി വരുന്ന വീക്കിലി എപ്പിസോഡ്സ് കണ്ട് തന്നെ അറിയാം. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇനിയുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ്സ് എന്നുള്ളത് ഇന്നത്തെ ഒരൊറ്റ സ്മാക്ഡൗൺ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കഴിഞ്ഞ ആഴ്ചത്തെ 3 മണിക്കൂറിലെ ആദ്യ ഷോ കിടിലമായതെങ്കിൽ ഇന്നത്തെ ഈ 3 മണിക്കൂർ ഷോ കിഡിലോസ്കി എന്ന് തന്നെ പറയേണ്ടി വരും. ഇതുപോലെ തന്നെ സ്മാക്ഡൗൺ എപ്പിസോഡ് ഇനിയുള്ള ആഴ്ചകളിൽ മുന്നോട്ടേക്ക് പോയാൽ പഴയ വ്യൂവർഷിപ്പ് ഇനിയും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. പഴയ ഓഡിയൻസ് തിരികെ വരും എന്നുള്ളൊരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.